കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. ഇതൊരു പഴമൊഴിയാണ്. നമ്മുടെ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു പഴമൊഴിയാണ്. പല പല സിനിമകളിലൊക്കെ ഇത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് ഈ പഴമൊഴിയൊന്നും ആരും ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞത് പ്രതീകാത്മകമായിട്ട് ആണെന്ന് കരുതിയാൽ മതി. സംഭവം ഒരു വാർത്തയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അതായത് ബംഗ്ലാദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ്, പുള്ളിക്കാരന് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണണം. വലിയ നിലവിളിയായിരുന്നു. കാരണം ബംഗ്ലാദേശിൽ ഉടനെ തന്നെ ഒരു പട്ടാള അട്ടിമറി വന്നേക്കും. അവിടെയുള്ള പട്ടാള മേധാവിയായിട്ടുള്ള വഖാർ ഉസ് സമാൻ ഇയാളെ പിടിച്ച് വിരട്ടിയിട്ടുണ്ട്. പോരാത്തതിന് മുഹമ്മദ് യൂനിസ് രാവോട് രാവ് അടുക്കും മുന്നേ തന്നെ ഈ പട്ടാള മേധാവിയായിട്ടുള്ള വഖാർ ഉസ് സമാൻ്റെ കാല് പിടിക്കാനെത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഏത് നിമിഷവും ഒരു പട്ടാള അട്ടിമറി ഉണ്ടായേക്കാമെന്ന് കണ്ടുകൊണ്ട് മുഹമ്മദ് യൂനിസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ കാണണമെന്ന് വലിയ നിലവിളിയായിരുന്നു. നരേന്ദ്രമോദിയെ കാണണമെന്നുള്ള നിലവിളി ഇന്ത്യ കേട്ടു. ഇന്ത്യ സ്വാഭാവികമായിട്ടും പറഞ്ഞത്, കാരണം ബംഗ്ലാദേശ് നമ്മുടെ അടുത്ത് കിടക്കുന്ന അയൽ രാജ്യമാണ്. അയൽ രാജ്യവുമായി ഒരു നല്ല ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് അമേരിക്കയുടെ അടുത്താണ് കിടന്നിരുന്നതെങ്കിൽ മുഹമ്മദ് യൂനിസ് നമ്മളെ കാണണമെന്ന് പറയുമ്പോൾ അയാൾ നമ്മളോട് ചെയ്ത ക്രൂരതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണ്ട എന്ന് പറയാം. പക്ഷേ ഇയാൾ എത്ര ക്രൂരത ചെയ്തു കഴിഞ്ഞാലും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യം ജിയോ പൊളിറ്റിക്കലായിട്ട് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കൾ അവിടെ കയറാതിരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇയാളെ കാണാമെന്ന് സമ്മതിച്ചു. പക്ഷേ മോദിയെ കാണുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ചാടിക്കേറി ചൈനയിലേക്ക് പോയി. ചൈനയിലേക്ക് യൂനിസ് പോയി കഴിഞ്ഞ് അവിടെ വെച്ച് യൂനിസ് ഒരു സംഭവം നടത്തി. എന്താണെന്നല്ലേ, അതായത് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നിലപാടാണ് യൂനിസ് എടുത്തത്. ന്യൂഡൽഹി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ടീസ്ത നദീജല മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്ന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വാഗ്ദാനം ചെയ്തിരുന്നു. 2024 ജൂൺ 22 ടീസ്റ്റയിലെ ജല മാനേജ്മെൻറ്റിനായിട്ടുള്ള ഭാവി പദ്ധതി രൂപീകരിക്കുന്നതിനായി ഒരു ഇന്ത്യൻ സംഘം ഉടൻ ധാക്ക സന്ദർശിക്കുമെന്ന് ഇരു നേതാക്കളും അന്ന് സമ്മതിച്ചതുമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായിട്ടുള്ള മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഇന്ത്യക്ക് വളരെ സെൻസിറ്റീവായ ഈ നദീ പദ്ധതിയുടെ പ്രവർത്തനം ചൈനീസ് കമ്പനികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് ഇതിൻ്റെ പ്രവർത്തനം വാഗ്ദാനം ചെയ്തിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പ്രതീകാത്മകമായിട്ട് പറഞ്ഞത്, കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്നുള്ളത്. എന്തായാലും ബംഗ്ലാദേശും ചൈനയും 9 കരാറുകളിൽ ഒപ്പുവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ സമയത്ത് 9 കരാറിൽ ഒപ്പുവെച്ചു. ചില കരാറുകൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ തീരെ ഹനിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ടീസ്റ്റ ജല മാനേജ്മെൻറ്റ് മാത്രമല്ല, മുൻ അവാമി ലീഗ് സർക്കാരിൻ്റെ കാലത്ത് മോംഗ്ല തുറമുഖ വികസനത്തിനായി ഇന്ത്യയുമായി ഒപ്പുവെച്ച കരാറും റദ്ദാക്കാനുള്ള ഉദ്ദേശമാണ് മുഹമ്മദ് യൂനിസ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബംഗ്ലാദേശിൻ്റെ കാര്യം ഗോവിന്ദ ആണ് എന്ന് നോക്കിയാൽ മതി. കാരണം ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല. ചൈന പോലും ഇന്ത്യയുടെ സൗഹൃദമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. മുഹമ്മദ് യൂനിസും ഷീ ജിൻപിങ്ങുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ പുറത്തിറക്കിയ സംയുക്തമായിട്ടുള്ള പ്രസ്താവനയിൽ ബംഗ്ലാദേശ് തങ്ങളുടെ മോംഗ്ല തുറമുഖം നവീകരിക്കാനും വികസിപ്പിക്കാനും ചൈനയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചൈന വളരെ കാലമായി ഇത് നിരീക്ഷിച്ച് വരികയായിരുന്നു. സമാനമായ രീതിയിൽ പാകിസ്ഥാനിലോട്ടൊന്ന് ചൈന കയറിയതാണ്. ഇപ്പോൾ അവിടെ കലാപവും ബഹളവും കത്തിക്കുത്തുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബംഗ്ലാദേശ് ചൈന ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക ഇതുപോലെ ചൈനയെ വിളിച്ചതാണ്. അവസാനം ശ്രീലങ്കൻ പ്രസിഡന്റിന് അവിടെ നിന്ന് വലിയ രീതിയിൽ വസ്ത്രം പോലും എടുക്കാൻ സമയം കിട്ടാതെ ഫ്ലൈറ്റ് കയറി പറന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തായാലും ചൈനയുടെ കനത്ത സമ്മർദ്ദം അവഗണിച്ചുകൊണ്ട് 2024 ജൂലൈയിൽ ഹസീനയുടെ സർക്കാർ ഇന്ത്യക്ക് അവിടെ ഒരു ടെർമിനൽ വികസിപ്പിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യൂനിസ് അതെല്ലാം റദ്ദാക്കാനുള്ള പരിപാടിയാണ് നടത്തുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് യൂനിസിനെ കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ യൂനിസിനെ കാണേണ്ട ആവശ്യമില്ല. യൂനിസിനെ കാണാൻ ഞങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, ഒരു നിർബന്ധവും ആ കാര്യത്തിലില്ല എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചറ്റോഗ്രാമിൽ ചൈന ഒരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കാൻ പോവുകയാണെന്നാണ് യൂനിസ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപോലെ ചൈന വികസിപ്പിച്ച് തരാം, ഞങ്ങൾ സാമ്പത്തിക മേഖലയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കുടിയേറിയ രാജ്യമാണ് ഒന്ന് ശ്രീലങ്ക, പിന്നെ പാകിസ്ഥാൻ, രണ്ടാമത് മാൽദീവ്സ്. ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത് ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ചൈനയിൽ നിന്നുള്ള ഭാവി വെല്ലുവിളികളിൽ നിന്ന് വടക്ക് കിഴക്കൻ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഇതുവരെ ബംഗ്ലാദേശുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഈ വടക്ക് കിഴക്കൻ മേഖലയ്ക്കാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട്
ഭീഷണി വന്നിരിക്കുന്നത് ചൈനയുടെ ഭീഷണി. ചൈന ബംഗ്ലാദേശിൽ കയറിയാൽ വലിയ ഭീഷണിയായിരിക്കും അതിനുണ്ടാകുക. അപ്പോൾ ഏറ്റവും അടുത്തുള്ള തുറമുഖമായ ചറ്റോഗ്രാമിന് സമീപം ചൈനയ്ക്ക് സ്ഥിരതാമസമാക്കാൻ ഒരുക്കങ്ങൾ നടത്താനുള്ള യൂനസിൻ്റെ ഈ പദ്ധതി വിജയിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ബംഗ്ലാദേശിൽ ഒരു പ്രത്യേക ചൈനീസ് വ്യവസായ സാമ്പത്തിക നയവും ഇടനാഴിയും ഒക്കെ തുടങ്ങാനും ചൈന പദ്ധതി ഉണ്ട് എന്നും യൂനസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് ആഹ്ലാദ തന്തുലിതനായി തുള്ളിച്ചാടി യൂനസ് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് എത്തുകയാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും വീണ്ടും ഒരു കാര്യം പറയുന്നു, ഇന്ത്യയില്ലാതെ ബംഗ്ലാദേശിന് നിലനിൽപ്പില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.